നമസ്കാരം. ഈ അടുത്ത സമയത്ത് UNDPയും ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് ഈ രണ്ട് സ്ഥാപനങ്ങൾ ചേർന്ന് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ 234 ദശലക്ഷം ആളുകൾ ദരിദ്രരാണെന്ന് പറയുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള 5 രാജ്യങ്ങൾ, ഇന്ത്യ കൂടാതെ മറ്റ് 4 രാജ്യങ്ങൾ പാകിസ്ഥാൻ, എത്യോപ്യ, നൈജീരിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നീ രാജ്യങ്ങളാണ്. ഈ 5 രാജ്യങ്ങളിലായിട്ട് ലോകത്തെ ദരിദ്രരായിട്ടുള്ള ആളുകളിൽ 48% ആളുകൾ താമസിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പഠനം നമ്മുടെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള പഴയ ഒരു സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ ദാരിദ്ര്യത്തെക്കുറിച്ച് വളരെ സങ്കുചിതമായിട്ടുള്ള ചില നിർവചനങ്ങളാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ആഹാരത്തിന് വകയില്ലാത്തത്, അതായത് ഒരു നേരമെങ്കിലും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ഒരു മിനിമം ഊർജം കലോറി ഇത്ര ആവശ്യമാണെന്ന് തീരുമാനിച്ചിട്ട് ആ കലോറി ലഭിക്കത്തക്ക രീതിയിലുള്ള ആഹാരം ലഭ്യമല്ലാത്തവർ, അല്ലെങ്കിൽ ആ ആഹാരം വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തവർ, അവിടെയാണ് നമ്മൾ ദരിദ്രർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ മാനദണ്ഡങ്ങളൊക്കെ മാറിയിട്ട് ഇന്ന് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ കുറേ കൂടെ വിശദമായിട്ടുള്ള മാനദണ്ഡങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റ് പല കാര്യങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നടക്കുന്നത്. ഈ മേഖലകളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ദാരിദ്ര്യമെന്ന് പറയുന്നത് പോഷകാഹാരക്കുറവും സാമ്പത്തികമായിട്ടുള്ള ഒരു കുറവും മാത്രമല്ല, അതിലതീതമായിട്ട് മറ്റ് പല കാര്യങ്ങളും മനുഷ്യൻ്റെ ദാരിദ്ര്യത്തെ നിർണ്ണയിക്കുന്നതായിട്ടുണ്ട്. ആ ഘടകങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് ആദ്യമേ മനസ്സിലാക്കി പറഞ്ഞ ഒരു ഇന്ത്യൻ സാമ്പത്തിക ചിന്തകനാണ് നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള അമർത്യ സെൻ. ഇത് കൂടാണ്ട് ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനായിട്ടുള്ള റോബർട്ട് ചാമ്പേഴ്സും ഈ മേഖലയിൽ ഒരുപാട് പ്രവൃത്തി ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിസിപ്പേറ്ററി റിസർച്ച്, അദ്ദേഹം പാവപ്പെട്ട ആളുകൾ താമസിക്കുന്നിടത്ത് പോയി അവരോടൊപ്പം താമസിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ദാരിദ്ര്യത്തിൻ്റെ ആ വ്യാപ്തിയും അതിൻ്റെ തീക്ഷ്ണതയും മനസ്സിലാക്കിയ വ്യക്തിയാണ്. അപ്പോൾ ഇവരെ ഈ പഠനത്തിനകത്തും അവരെ പ്രധാനമായിട്ടും 10 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി, 10 മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദാരിദ്ര്യത്തെക്കുറിച്ച് ഉള്ള പഠനം നടത്തിയിരിക്കുന്നത്. ആരോഗ്യം, ശിശുമരണ നിരക്ക്, പോഷകാഹാരക്കുറവ്, വിദ്യാഭ്യാസം, ശുദ്ധജലത്തിൻ്റെ ലഭ്യത, സാനിറ്റേഷൻ സൗകര്യങ്ങൾ, വൈദ്യുതിയുടെ ലഭ്യത, പാചക ഗ്യാസിൻ്റെ ലഭ്യത, അടിസ്ഥാന സൗകര്യങ്ങളായ ടെലിവിഷൻ, റേഡിയോ, ഫോൺ തുടങ്ങിയവയുടെ ലഭ്യത, ഇതിനെയൊക്കെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ മാനദണ്ഡങ്ങളായിട്ട് ഉപയോഗിച്ചു. ഈ പറഞ്ഞ മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണമെങ്കിലും നിഷേധിക്കപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളെ അല്ലെങ്കിൽ വ്യക്തികളെയാണ് ദരിദ്രരായിട്ട് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇന്ത്യയിൽ ഇത്രത്തോളം ദാരിദ്ര്യമുള്ളതായിട്ട് പറയുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ ദാരിദ്ര്യവുമായിട്ടുള്ള പഠനം തന്നെ കാണുമ്പോൾ ഈ UNDPയുടെ പഠനത്തിൽ അവർ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ദാരിദ്ര്യം കൂടുതൽ സങ്കീർണമായിട്ട് ലോകത്തെവിടെയും കാണുന്നത് സംഘർഷബാധിത പ്രദേശങ്ങളിലാണെന്ന്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ മണിപ്പൂർ ഒരു സംഘർഷബാധിത പ്രദേശമാണ്, ജമ്മു കാശ്മീരാണ്. ഇങ്ങനെ സംഘർഷബാധിതമായിട്ടുള്ള പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിലാണ് ദാരിദ്ര്യം ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. കാരണം ഈ വക അടിസ്ഥാന സൗകര്യങ്ങൾ ആളുകൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ജനാധിപത്യവും അതോടൊപ്പം തന്നെ സമാധാനവും നിലനിൽക്കുക എന്ന് പറയുന്നത് ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ഘടകമാണ്. ഇവരുടെ സ്റ്റഡിയിൽ തന്നെ പറയുന്നു, 2022 അഫ്ഗാനിസ്ഥാനിൽ വളരെയധികം ദാരിദ്ര്യമുണ്ടായിരുന്നു. അന്ന് അഫ്ഗാനിസ്ഥാനിലെ ദാരിദ്ര്യത്തിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. കാരണം അന്ന് വിവരങ്ങൾ വ്യക്തമല്ല, വളരെയധികം സംഘർഷബാധിതമായിട്ടുള്ള സ്ഥലമായിരുന്നത്. ആ സംഘർഷബാധിതമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനിൽ അന്ന് ഏതാണ്ട് 74% ആളുകൾ ഈ വക അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടവരായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ പഠനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 234 ലക്ഷം ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കിട്ടിയ ഇന്ത്യയിൽ ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്നില്ല എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറണം. ആ കാഴ്ചപ്പാടിനകത്ത്
ദാരിദ്ര്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾക്കകത്ത് ഇവിടെ പറഞ്ഞ നിരവധി ഘടകങ്ങളെ ഉൾപ്പെടുത്തണം. അങ്ങനെ കുറേ കൂടി നവീനവൽക്കരിച്ച കുറേ കൂടി വിശദമായ ഒരു കാഴ്ചപ്പാടിൽ ദാരിദ്ര്യത്തെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദാരിദ്ര്യത്തിൻ്റെ മാനങ്ങൾ കൂടുതലാണ്, ദാരിദ്ര്യത്തിൻ്റെ അളവ് കൂടുതലാണ്. ആ അളവ് ലഘൂകരിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നുണ്ട് 7% വാർഷിക വളർച്ചാ നിരക്കുണ്ടെന്ന്. ഈ വാർഷിക വളർച്ചാ നിരക്ക് ഇത്രത്തോളം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ആവശ്യമാണ്. സൗകര്യങ്ങൾ അവിടെ എത്തിക്കുവാനുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്.